തുടരുന്നുണ്ട്. ജനറൽ ആശുപത്രിക്കകത്ത് രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം. റഹീസ് തുടരാം. സ്മൃതി, അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് ഇറക്കേണ്ടതാണ്. ഇവിടെ പോലീസ് സുരക്ഷാ സന്നാഹം ഒരുക്കുന്നുണ്ട്. ഇവിടെ ഡിവൈഎഫ്ഐയുടെയും BJPയുടെയും പ്രവർത്തകർ നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് അവരവിടെ നിന്ന് മാറ്റുന്നതിനുള്ള സമീപനമല്ല, പകരം പോലീസ് ഇവിടെ നിന്ന് അധികം പോലീസ് ഇവിടെ ഉണ്ട്. അവർ സുരക്ഷ ഒരുക്കി പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയായിരിക്കും ചെയ്യുക. പോലീസ് വാഹനം ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇവിടെ നിന്ന് ഇനി ഇറക്കുന്നതിന് തൊട്ട് മുമ്പായി പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പോകുമോ എന്ന കാര്യം വ്യക്തമല്ല. സാധാരണഗതിയിൽ വൈദ്യപരിശോധന അധിക സമയം നീണ്ടു നിൽക്കേണ്ടതല്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് വരുന്നുണ്ട് എന്ന വിവരം നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഒരു ഡോക്ടറെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് മറ്റു തരത്തിലുള്ള കാലതാമസം കഴിയുമ്പോഴേക്കും ഈ വാർത്തയിലേക്ക് പെട്ടെന്നെത്താം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം സ്പീക്കർ നടത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യരാക്കുന്ന കാര്യം ആലോചിക്കുന്നു എന്നാണ് സ്പീക്കർ പറഞ്ഞ. വാക്കുകൾ കേൾക്കാം. നിയമത്തിന്റെ കണ്ണിൽ MLA എന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ല, എല്ലാവരും തുല്യരാണ് ആർട്ടിക്കിൾ 14 പ്രകാരം. ഇതിലിപ്പം രാഹുൽ മാങ്കൂട്ടം MLA ആണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രകാരം ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ആ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ബന്ധപ്പെട്ട ഇപ്പോൾ ഡിറ്റൻഷൻ ആണെങ്കിൽ ഡിറ്റൻഷൻ നടത്തിയ വിവരം നിയമസഭയെ അറിയിക്കുക എന്നുള്ളതാണ്. ആ ചുമതല മാത്രമാണുള്ളത്. മറിച്ച് നിയമസഭയുടെ പെർസിങ്സിനകത്ത്, നിയമസഭയുടെ ഉള്ളിൽ നിയമസഭ ഹോസ്റ്റലോ നിയമസഭക്കകത്തോ വെച്ച് അറസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ സ്പീക്കറുടെ അനുമതി ആവശ്യമുള്ളൂ. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അത് ലീഗൽ പോയിന്റ്, ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ ചോദ്യം ഡിഫെക്ഷൻ ആണെങ്കിൽ അതിൽ ഞങ്ങൾ ലീഗൽ എക്സ്പേർട്സുമായി കൂടി ആലോചിച്ച് വേണ്ട തീരുമാനമെടുക്കും. ശരി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്പീക്കർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. റോഷിബാലുണ്ട് വിവരങ്ങളുമായി. റോഷിബാൽ, ഇപ്പോൾ അയോഗ്യനാക്കുന്ന കാര്യത്തിൽ കൂടി നിയമോപദേശം തേടും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ആലോചിക്കുന്ന ഒരു കാര്യമായി ഈ വിഷയത്തെ കാണേണ്ടി വരില്ലേ? എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പ്രേക്ഷകർ കാണുന്നുണ്ട് ആശുപത്രിക്കകത്ത് നിന്നും. റോഷിബാൽ പറയാം. സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമാണ് സ്പീക്കർ എൻ ഷംസീറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം നിയമസഭാ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന കേസുകൾ വിടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുന്ന കാര്യം നിയമോപദേശം തേടും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ്. നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുന്നു. സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ സ്വാഭാവികമായും വിഷയം സഭയ്ക്കകത്ത് ഉയരും. അതിനപ്പുറത്തേക്ക് സ്പീക്കർ ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനവും നിർണായകമാകും. പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിൽ ഈ വിഷയം വരും, അത് പരിശോധിക്കും. അതിൽ അയോഗ്യനാക്കാനുള്ള സാധ്യതയാണ് പരിശോധിക്കുമെന്ന് നിയമസഭാ സ്പീക്കർ പറയുന്നത്.